പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന യൂണിയനുകളുമായി അതിൻ്റെ ബന്ധപ്പെട്ട നേതൃത്വം നമ്മോടൊപ്പമുണ്ട്. അവരുമായിട്ട് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യാം. പണിമുടക്കുമായി ബന്ധപ്പെട്ട് താന്നൂരിലെ വിജയം എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ദേശീയ പണിമുടക്ക് വളരെയധികം ഗംഭീരമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉളവാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു പണിമുടക്കിനോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മതരാഷ്ട്രീയ സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ എല്ലാവിധ ഡ്രൈവേഴ്സ് യൂണിയനും എല്ലാവിധ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു സഹകരണമാണ് ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ സമരത്തോട് ഉള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഇന്നത്തെ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ ചലനം കാണിക്കുന്നത്. ദേശീയ പണിമുടക്കിനോടുള്ള ജനങ്ങളുടെ സമീപനം, ജനങ്ങളുടെ സഹകരണം ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പറയാനില്ല. കാരണം ഇതുപോലെ തെരുവോരങ്ങൾ കാലിയായി കിടന്ന വിജനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നാളിതുവരെ ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമരം ഐതിഹാസികമായ രീതിയിലുള്ള വമ്പൻ വിജയമാണ്, വമ്പൻ പ്രതിഷേധമാണ് കാണിച്ചിട്ടുള്ളത്. ഈ സമരം വളരെയധികം ശക്തമായ പ്രതിഷേധം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത് സർക്കാരുകൾക്കുള്ള മുന്നറിയിപ്പാണ്, താക്കീതാണ് എന്ന് മാത്രമാണ് ഈ സമരത്തെ കുറിച്ച് പറയാനുള്ളത്. ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പാർട്ടി യൂണിയൻ ഏതൊക്കെ രീതിയിൽ എങ്ങനെ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ജൂലൈ 9 ദേശീയ പണിമുടക്കില് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഈ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പണിമുടക്കിൽ പങ്കെടുത്തു എന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഏകദേശം 10ഓളം വരുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ രാജ്യത്ത് മുഴുവനായി ജൂലൈ 9 ദേശീയ പണിമുടക്കില് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഈ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പണിമുടക്കിൽ പങ്കെടുത്തു എന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഏകദേശം 10ഓളം വരുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ രാജ്യത്ത് മുഴുവനായി ഇന്ന് തൊഴിലാളികൾ പണിമുടക്കുന്നത്. കേന്ദ്രത്തില് നിലനിൽക്കുന്ന മോദി സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് ഈ സമരം. 10ഓളം വരുന്ന അവകാശങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നിരവധിയായ ജനവിഭാഗങ്ങളെ, തൊഴിലാളി വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സമരം വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. മുഴുവൻ ജനവിഭാഗങ്ങളെയും അതുപോലെ തൊഴിലാളി വിഭാഗങ്ങളെയും അവർക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ പോലും സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിലപാട്, സ്കീം വർക്കേഴ്സ് ആയിട്ടുള്ള ആശ, അംഗനവാടി പോലുള്ള ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മിനിമം വേതനം നടപ്പാക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണം. അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണം. അങ്ങനെ തുടങ്ങിയ ജനങ്ങൾക്ക് ആവശ്യമായ ജനകീയ ആവശ്യങ്ങളുമായാണ് ഈ സമരം ഇന്ന് ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കിയിട്ടുള്ളത്. താനൂരിൽ അങ്ങനെ ഈ സമരത്തെ കുറിച്ച് പൂർണ്ണമായിട്ടും വിജയിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? താനൂരിൽ ഇന്നലെ തന്നെ ഇവിടുത്തെ കടമ്പോളങ്ങളിലും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തുകയും എല്ലാ കടകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും നോട്ടീസ് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും അതിശയോക്തിയോടെ പറയാൻ സാധിക്കുന്നത് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് കാലത്ത് തുറക്കാതെ തന്നെ ഞങ്ങളുടെ അല്ലെങ്കിൽ പറയാതെ തന്നെ അവരെല്ലാവരും അടച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് വ്യാപാരികളോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. താനൂരിൽ പൂർണ്ണമായിട്ടും ദേശീയ പണിമുടക്ക് വിജയിച്ചിട്ടുണ്ട്. താനൂരിൽ മുഴുവനായിട്ട് എല്ലാ കടകളും അടച്ചുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ് ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ താനൂരിൽ ഒരു വലിയ വിജയമായിട്ടാണ് ഈ പൊതുപണിമുടക്കിനെ ജനങ്ങളും അതുപോലെ തന്നെ സംഘടനയും വിലയിരുത്തിയിട്ടുള്ളത്. ഇവിടെ അപ്പോൾ താനൂരിലെ പൊതുപണിമുടക്ക് പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഈ ഉദ്ദേശത്തിൽ എന്താണോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എല്ലാ യൂണിയനുകളിലും പണിമുടക്കാനുള്ള ഉദ്ദേശം അത് പൂർണ്ണമായും നടപ്പിലാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.